റംസാനും പോലെ തന്നെ കൂടുതൽ പ്രവാസി മലയാളികളും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിലൊന്നാണ് ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ. എന്നാൽ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഗൾഫ് മലയാളികളിൽ ഭൂരിഭാഗവും ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികൾ നാട്ടിലേക്ക് പോകാൻ തിരക്കുകൂട്ടുന്ന ഏതൊരു വേളയിലും അവർക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്നതും ഇതേ കാര്യം തന്നെ. പറഞ്ഞു വന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് തിരികെ വരാനുള്ള വിമാന ടിക്കറ്റിന്റെ റേറ്റിനെ കുറിച്ചാണ്. വർഷങ്ങളായി ഉത്സവ സീസണുകളിൽ നാട്ടിലെത്താൻ കാത്തിരിക്കുന്ന പ്രവാസികളെ പിഴിയാൻ കാത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് വിമാന കമ്പനികൾ. ആവശ്യക്കാരന് ഔചിത്യമില്ലാത്തതിനാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് എത്താൻ എത്ര വില കൊടുക്കാനും പ്രവാസികൾ ഈ സമയത്ത് തയ്യാറാകും. ഈ വൈകാരികത മുതലെടുത്താണ് കമ്പനികൾ ടിക്കറ്റ് റേറ്റിൽ വൻ വർധന നടപ്പാക്കുന്നത്. പതിവ് തെറ്റിക്കാതെ ഈ ഭീമമായ വർധന കമ്പനികൾ ഇത്തവണയും വരുത്തിയിട്ടുണ്ട്. സീസണിലെ തിരക്ക് കണക്കിലെടുത്ത് 3 ഇരട്ടിയോളം വർധനയാണ് വിമാന ടിക്കറ്റ് നിരക്കിൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ഗൾഫ് നാടുകളിൽ നിന്ന് കുടുംബമായും ഒറ്റയ്ക്കുമൊക്കെ നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന പലരും യാത്ര നീട്ടിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണയായി അനുവദിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഈ സീസണിൽ വേണമെന്ന പ്രവാസികൾ കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. 1 ലക്ഷത്തോളം യാത്രക്കാരുണ്ടാകുന്ന സീസണിൽ സീറ്റുകളുടെ 60% മാത്രമാണ് ലഭ്യമാകുക. ജിദ്ദ കോഴിക്കോട് 40,500 രൂപ, അബുദാബി കൊച്ചി 31,500 രൂപ, ദുബായ് കണ്ണൂർ 24,500 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. ഇത് പലർക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ സർക്കാർ ഇടപെടൽ തേടി പ്രവാസികൾ രംഗത്ത് വരുന്നത്.